കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം കിഴക്കുംകരയിൽ വെച്ചാണ് നടന്നത്. ധീരരക്തസാക്ഷി പുഷ്പന്റെയും അകാലത്തിൽ മരണമടഞ്ഞ അഡോട്ടി വി.പി. പ്രശാന്തിന്റെയും പേരിലുള്ള നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. യുവാക്കളുടെ നിലവിലുള്ള തൊഴിൽ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ ആവശ്യമുള്ള ആളുകളെ നിയമിക്കാത്തത് സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. 80-ൽ ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അന്ന് രാജ്യത്ത് ഉയർന്നു വന്ന വിഘടനവാദ ശ്രമങ്ങൾ പഞ്ചാബിലാണ് ഡിവൈഎഫ്ഐ രൂപീകരിക്കപ്പെടുന്നത്. പഞ്ചാബിലെ ഖാലിസ്ഥാൻവാദികളുടെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായ സമരമുഖമാണ് അന്ന് തീർത്തത്. പഞ്ചാബിലെ ലുധിയാന കർത്താർ സിംഗ് സരഭയുടെ നാടാണ്. ഉജ്ജ്വലമായ മനുഷ്യവിമോചന പോരാട്ടത്തിന്റെ പോർമുഖത്ത് ധീരരക്തസാക്ഷിത്വം വരിച്ച കർത്താർ സിംഗ് സരഭയുടെ നാട്ടിൽ വെച്ചാണ് ഈ മഹാപ്രസ്ഥാനം രൂപപ്പെടുന്നത്. ആ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അരുൺ സിംഗിനെ പോലെയുള്ള ധീരരായിട്ടുള്ള പോരാളികൾ ആ പഞ്ചാബിന്റെ മണ്ണിൽ മരിച്ചു വീഴുന്നു, രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ സമ്മേളനം തന്നെ നടത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള ഒരു സംഘർഷ കേന്ദ്രമായിട്ട് ആ പ്രദേശം മാറുന്ന ഘട്ടത്തിലും ഡിവൈഎഫ്ഐയുടെ രൂപീകരണ സമ്മേളനം ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷത വഹിച്ചു. എൻ ദീപുരാജ് രക്തസാക്ഷി പ്രമേയവും പി.കെ. പ്രജീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ. സബീഷ്, എം.വി. രതീഷ്, വി. ഗിനീഷ്, അനീഷ് കുറുമ്പാലം, എൻ.വി. ഹരിത, വി.പി. അമ്പിളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.